ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാലോ. നല്ല മുരിഞ്ഞ നല്ല ഉള്ളിവട തട്ടുകടയിലും ചായക്കടയിലെല്ലാം കിട്ടുന്നേ. നല്ല ചൂടുണ്ട്. നല്ല നമ്മുടെ തട്ടുകടയിലെല്ലാം കിട്ടുന്ന പോലത്തെ നല്ല നല്ല ഉള്ളിവട. പുറത്ത് നല്ല മുരിഞ്ഞത്, ഉള്ളിൽ നല്ല സോഫ്റ്റ്. അതിന് വേണ്ടുന്നത് സവാള, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്. ഇനി സവാള അരിഞ്ഞെടുക്കാം. ചെറുതായി നേർങ്ങനെ അരിയണം. ഇത് കംപ്ലീറ്റ് അരിഞ്ഞെടുക്കട്ടെ. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കും. സവാള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായി കൈവിട്ട് ഞെരടി ഉപ്പിട്ടിട്ട് ഇങ്ങനെ നന്നായി ഞെരടി. അപ്പോൾ ഉള്ളിയിൽ നിന്ന് തന്നെ ഉള്ളിൻ്റെ വെള്ളം വരാനുണ്ട്. കുറേ മാവ് കുഴച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറച്ചേ വേണ്ടി വരും. കറിവേപ്പില ചെറുതായി നുറുക്കി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഞെരടി കൊടുക്കുക. അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഒരു 2 വലിയ സ്പൂൺ കടലമാവ് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇത് കട്ടയുണ്ടാകും. നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ശരിക്ക് കുഴഞ്ഞ് കിട്ടില്ല. അതിൽ കുറച്ച് മൈദ, കടലമാവും മൈദയും അതും അരിച്ചെടുക്കാം. ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും. അതിനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് സവാളയിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ പോലെ അപ്പക്കാരം നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി കുഴച്ചെടുക്കുക. വെള്ളം കുറച്ചേ ആവശ്യമുള്ളൂ. സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും. കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി കുഴച്ചെടുക്കട്ടെ. ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പക്കാരം ചേർത്തത് കൊണ്ട് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പക്കാരം ചേർത്തില്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ 1 മണിക്കൂർ നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗ്യാസ് കത്തിക്കാം. കടായി വെച്ച് കൊടുക്കാം. എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി. മാവ് കുറേശ്ശെ എടുക്കുക. മാവ് ഇങ്ങനെ കുറേശ്ശെ കയ്യിലെടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നായി
ഓരോന്നായി എണ്ണയിൽ വറുത്ത് കോരുക. ചൂടായി കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഗ്യാസ്. അതിന് ശേഷം ഇങ്ങനെ ഓരോന്നായി വറുത്ത് കോരുക. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്ന് ഇതുപോലെ ആയാൽ കോരിയെടുക്കുക. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കട്ടെ. ഉള്ളിവട തയ്യാർ. നല്ല ചൂടുണ്ട്. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ നല്ല നല്ല ഉള്ളിവട. പുറത്ത് നല്ല മുരിഞ്ഞത്, ഉള്ളിൽ നല്ല സോഫ്റ്റ്. ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.